രാധിക യാദവ് തന്റെ സ്വപ്നത്തിന് പിന്നാലെ സഞ്ചരിച്ച് ജീവിതം കെട്ടിപ്പടുത്ത വ്യക്തി. ഹരിയാനയിലെ ഗുരുഗ്രാം സ്വദേശിനി. സംസ്ഥാന തലത്തിൽ വരെ ടെന്നീസിൽ മെഡലുകൾ നേടി. സ്വന്തമായി ടെന്നീസ് അക്കാദമി തുടങ്ങി. ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ പ്രശസ്തിയിലെത്തി. അതിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടി. താൻ സമ്പാദിച്ച പണം കൊണ്ട് അച്ഛനെയും അമ്മയെയും സംരക്ഷിച്ചു. എന്നാൽ അച്ഛൻ ദീപകിന്റെ ദുരഭിമാനം ഒരു തോക്കിൻ മുനമ്പിൽ ഈ 25-കാരിയുടെ ജീവനെടുത്തു. മകളുടെ ചെലവിൽ കഴിയുന്ന അച്ഛൻ എന്ന പരിഹാസം ദീപകിന് സഹിച്ചില്ല. രാധിക അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് 3 തവണ ദീപക് വെടിയുതിർക്കുകയായിരുന്നു. കെട്ടിടത്തിന്റെ താഴെ നിലയിൽ താമസിക്കുന്ന അമ്മാവൻ കുൽദീപ് യാദവ് വെടിയൊച്ച കേട്ട് ഓടിയെത്തിയപ്പോഴേക്കും രാധികയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മക്കളുടെ ഉയർച്ചയിൽ സാധാരണ മാതാപിതാക്കൾ സന്തോഷിക്കും. ഇവിടെ അതിന് നേർ വിപരീതമാണ് സംഭവിച്ചത്. സെക്ടർ 57-ൽ മകൾ ടെന്നീസ് അക്കാദമി തുടങ്ങിയതാണ് ആദ്യം ദീപകിനെ ദേഷ്യം പിടിപ്പിച്ചത്. ഒരു മത്സരത്തിൽ രാധികയ്ക്ക് തോളിൽ പരിക്കേറ്റു. അതിനു പിന്നാലെയാണ് യുവ കളിക്കാരെ പരിശീലിപ്പിക്കാൻ അക്കാദമി തുടങ്ങിയത്. മകളുടെ സ്വാതന്ത്ര്യവും സ്വന്തമായി തീരുമാനങ്ങളെടുക്കുന്ന സ്വഭാവവും ദീപകിന് ഇഷ്ടമായിരുന്നില്ല. മകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി. ഒരു മ്യൂസിക് ആൽബത്തിൽ അഭിനയിച്ചു. ഇതെല്ലാം ദീപകിന് പ്രശ്നമായിരുന്നു. വീട്ടിൽ നിരന്തരം വഴക്കുകൾ. സംഗീത സംവിധായകനായ ഇനാമിന്റെ കാർവാൻ എന്ന മ്യൂസിക് ആൽബത്തിലാണ് രാധിക അഭിനയിച്ചത്. ഈ പാട്ട് എഴുതിയതും പാടിയതും സംഗീതം നൽകിയതും ഇതിൽ അഭിനയിച്ചതും ഇനാം തന്നെയായിരുന്നു. ഇനാമിന്റെ നഷ്ടപ്രണയത്തെക്കുറിച്ച് പറയുന്ന പാട്ടിൽ രാധികയെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശ്ചാത്തലത്തിലാണ് അവതരിപ്പിച്ചത്. 2024-ലാണ് ഈ വീഡിയോ പുറത്തുവന്നത്. പിന്നാലെ രാധിക ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. പലതവണ ഇത് നീക്കം ചെയ്യാൻ ദീപക് മകളോട് ആവശ്യപ്പെട്ടിരുന്നു. മകളുടെ വരുമാനത്തെ ആശ്രയിക്കുന്നുവെന്ന പരിഹാസം കൂടിയതോടെ പിതാവ് കൂടുതൽ അസ്വസ്ഥനായി. മകളുടെ വിജയത്തിൽ നിന്നാണ് താൻ ജീവിക്കുന്നതെന്ന അഭിപ്രായങ്ങളോട് നാണക്കേട് തോന്നിയെന്നാണ് പോലീസിന് നൽകിയ മൊഴി.